ഹലോ ഗെയ്സ്, ഗുഡ് ഈവനിങ്. ആക്റ്റീവ 5Gയുടെ ഓയിൽ ചേഞ്ചിങ് തുടങ്ങാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ആക്റ്റീവ 5G നമ്മുടെ വണ്ടി ഇതാണ് ആക്റ്റീവ 5G. അപ്പോൾ ഇതിൻ്റെ ഓയിൽ ചേഞ്ചിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നിക്കു എന്താണ് നിക്കു ചെയ്യുന്നത്? ഇതിൻ്റെ നെറ്റ് ട്രെയിൻ ചെയ്യണം. ഇതിൻ്റെ നെറ്റ് നമ്മൾ ലൂസാക്കണം. അയ്യോ അപ്പം അതിൻ്റെ നട്ട് നമുക്കൊന്ന് ഊരിയെടുക്കാം. അപ്പം നമ്മൾ വണ്ടി ആദ്യം തന്നെ സെൻട്രൽ സ്റ്റാൻഡ് വെക്കേണ്ടതാണ്. കണ്ടോ നമ്മുടെ ബാക്കിലത്തെ വീല്. പിന്നെ നമുക്ക് ഇതുപോലൊരു പഴയ പാത്രം എടുക്കാം. നമ്മളിവിടെ മേടിച്ചേക്കുന്ന ഓയിലെന്ന് വെച്ചാൽ ആക്റ്റീവ് സ്കൂട്ടർ കാസ്ട്രോളിൻ്റെ ആണ് നമ്മളിവിടെ മേടിച്ചേക്കുന്ന ഓയിൽ. 3X പ്രൊട്ടക്ഷനാണ്. പിന്നെ ഇത് 10W13 ആണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഡീറ്റെയിൽസാണിത്. എനിക്കിത് പറയാനൊന്നും അത്രയ്ക്ക് അറിഞ്ഞൂടാ, കാരണം എനിക്ക് ഇതുമായിട്ട് വലിയ ബന്ധമില്ല. ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ 382 റുപ്പീസാണ്. 382 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. എൻജിൻ ഓയിലാണ്. 800 മില്ലിയാണിത് കേട്ടോ. ഈ 382 രൂപയ്ക്ക് നമുക്ക് 800 മില്ലിയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഓയിൽ. അപ്പോൾ നമുക്ക് ആ നട്ടൊന്ന് ലൂസാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഓയിലൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഫ്രണ്ട്, എൻ്റെ സുഹൃത്ത് അത് പുള്ളി അയക്കുകയാണ്. നെറ്റ് അയച്ചു. അതിൻ്റെ ഓയില് ഇതിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് പുള്ളിക്കൊരു കോള് വന്നു. എൻ്റെ ഫ്രണ്ടിന് വണ്ടി ഇങ്ങനെ സൈഡിലേക്ക് ചരിച്ച് അതിനകത്തുള്ള ഓയിൽ മൊത്തം ഡ്രെയിൻ ചെയ്ത് ചരിച്ച് പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാലയിലും വല്ല വീഴിലും ഞാൻ ചരിച്ച് പിടിച്ചിരിക്കുകയാണ് ഓയിൽ. അങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂക്ഷ്മമായിട്ട് നമ്മൾ ഡോക്ടർമാർ പരിശോധിക്കുന്ന കണക്കാണ് അവൻ പരിശോധിക്കുന്നത്. ആ ഡോക്ടർമാർ പനിയുണ്ടാകുന്ന ചെക്ക് ചെയ്യുന്ന പരിപാടിയില്ല എന്ന് പറയുന്ന മാതിരി ഓയിൽ കംപ്ലീറ്റ് ഇട്ടിട്ട് വീഴുന്നുണ്ടോയെന്ന് നോക്കുകയാണ്. ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. പിടിച്ചുകൊണ്ടാണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവൻ്റെ നെറ്റ് റീഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നെറ്റ് എടുത്തപ്പോൾ അതിന് ഇച്ചിരി നൂലിൻ്റെ എന്തോ കുറവുണ്ടെന്ന് തോന്നുന്നു. ആ നൂല് അവൻ എടുത്തുകൊണ്ട് വരും. ആ നൂല് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നൂലെടുക്കാനല്ല, അവൻ ആ നെറ്റൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. ആ നെറ്റൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ വരും. അതിൻ്റെ ഇടയ്ക്ക് അവനൊരു കോള് വന്നു. ആ കോളുമായിട്ട് അവനൊന്ന് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നെറ്റ് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞു. അവൻ നെറ്റ് കൊണ്ടുവന്നിട്ടു, ടൈറ്റ് ചെയ്തു. നെറ്റ് കൊണ്ടുവന്നിട്ടു, ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓയിൽ ക്യാന് എങ്ങനെ പൊട്ടിക്കുന്നതെന്ന് കണ്ട. ഇത് സൈഡിൽ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് മേലത്തെ അത് ഊരി വലിച്ചപ്പോൾ അത് പൊട്ടിപ്പോയി. പിന്നെ അവന് പ്ലെയർ വെച്ച് വലിക്കുകയാണ്. അത് അങ്ങനെ സാവധാനം വലിച്ചാൽ മതിയായിരുന്നു. വലിച്ചപ്പോൾ അത് പൊട്ടിപ്പോയി. അത് കുഴപ്പമില്ല. അവൻ അങ്ങനെ വെച്ചിട്ട് ഓയിൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 800 മില്ലിയാണ്. 800 മില്ലി ആക്റ്റീവയ്ക്ക് കൂടുതൽ ഒഴിക്കണം. 800 മില്ലി കംപ്ലീറ്റ് ഒഴിക്കണം ആക്റ്റീവയ്ക്ക്. അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒഴിക്കുന്നു, നെക്കി പിടിക്കുന്നു. അവൻ ഓയിൽ അങ്ങനെ ഉള്ളിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓയിലൊഴിച്ച് അവൻ ഇങ്ങനെ നെക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ ഉടനെ അവൻ, എനിക്ക് തോന്നുന്നു, തിരിച്ചു പിടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ചെരിയുന്നുണ്ട്. ചെരിയുന്നുണ്ട്. അല്ല ഒരു ചോർപ്പിലോ വല്ലോ ആയിരുന്നെങ്കിൽ ചോർപ്പിലോട്ട് ഒഴിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് വീണാണ്. അതിനകത്ത് ഒരു സാധനമുണ്ട്, ഈ നമ്മുടെ ഓയിൽ ക്യാനകത്ത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ചോർപ്പൊന്നും വെക്കണ്ട, അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് വീണത്. അപ്പോൾ ആ കണ്ടീഷനിലാണ് ഇപ്പോൾ ഓയിൽ കമ്പനി
ഇറക്കിയിരിക്കുന്ന ഓയിൽ. ഇത്രയേ ഉള്ളൂ. ഓയിൽ നമുക്ക് തന്നെ ചേഞ്ച് ആക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.